കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വത്സല മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം മെഡ്ജുവരിയിൽ കഴിഞ്ഞ 142 വർഷങ്ങളായി പ്രത്യക്ഷപ്പെട്ട് മാതൃസ്നേഹത്തോടുകൂടി നമ്മളുമായി പങ്കുവെച്ച പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം കാണുവാൻ പരിശ്രമിച്ചത്. പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിൽ പൊതിഞ്ഞ സന്ദേശങ്ങൾ ഓരോന്നോരോന്നുമായി അമ്മ നമ്മളുമായി പങ്കുവെച്ചപ്പോൾ എത്രമാത്രം സ്നേഹത്തോടെയും എത്രമാത്രം ദാഹത്തോടെയും അമ്മയുടെ സന്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെ കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയോടുള്ള ഒരു വലിയ സ്നേഹം അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മ നൽകിയ ഓരോ സന്ദേശങ്ങളും വലിയ ആഗ്രഹത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചപ്പോൾ ആ സന്ദേശങ്ങളുടെ പൊരുൾ മനസ്സിലാക്കി ആ സന്ദേശങ്ങളിലൂടെ സ്വർഗം നൽകിയ കൃപകൾ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കുവാനായി സാധിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മൾ ഓരോന്നും പ്രാവർത്തികമാക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സന്ദേശങ്ങളുടെ ശക്തിയും ആ സന്ദേശങ്ങളുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയ ഓരോ ഇടപെടലുകളും എത്രമാത്രം വലുതാണ് എന്ന് ഇന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഈ വർഷത്തിൽ വളരെ ഗൗരവമായി തന്നെ എടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സ്നേഹം നിറഞ്ഞ ഉപദേശങ്ങളിലൂടെ നമ്മൾ ഈ വർഷം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വളരെ കാര്യമായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അമ്മയുടെ സ്നേഹമുള്ള ഈ മക്കൾ അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അമ്മ പറയുക, മക്കളെ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് അത്യാവശ്യമാണ്. ആരാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹമുള്ള ഈ മക്കൾ? ആർക്കു വേണ്ടിയാണ് പരിശുദ്ധ അമ്മ നമ്മോട് പ്രാർത്ഥനാ സഹായം യാചിക്കുന്നത്? അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ മെഡ്ജുവരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അമ്മ പറഞ്ഞ, മക്കളെ നിങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാണ് അവിശ്വാസികൾ? വിശ്വാസമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവപിതാവിൽ വിശ്വസിക്കാത്തവർ, പുത്രനായ ദൈവത്തിലോ പരിശുദ്ധാത്മാവിനോ വിശ്വാസമില്ലാത്തവർ, ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ് അവിശ്വാസികൾ. എന്നിട്ട് അമ്മ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ അവിശ്വാസികളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് അപകടകരമാണ്. അവിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അനേകം വ്യക്തികളെ പിശാച് വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കൊണ്ടേയിരിക്കുന്നു. പിശാച് ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്ന നുണപ്രചരണങ്ങളിൽപ്പെട്ട് അനേകം വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിക്കുന്നു.
പ്രത്യേകിച്ച് ഒരുപാട് യുവാക്കൾക്ക് വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അമ്മ പറയുക, അത് നിങ്ങൾ നിസ്സാരമായി കരുതരുത്. ദൈവത്തിൽ വിശ്വാസമുള്ള, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, വിശ്വാസികളായ നിങ്ങൾ അവിശ്വാസികളെ സ്വന്തമായി കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, അവിശ്വാസികളെ നിസ്സാരമായി കരുതി നിങ്ങൾ മാറ്റി നിർത്തരുത് എന്ന് പരിശുദ്ധയമ്മ ആവശ്യപ്പെടുക. കാരണം വിശ്വാസത്തിൻ്റെ ഒരു കൃപ, വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കർത്താവിൽ വിശ്വസിക്കുവാൻ സാധിക്കുക. ആ ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. ഈ അഭിഷേകം, ഈ കൃപ ഒരുപക്ഷെ നമ്മളിൽ നിറഞ്ഞതുപോലെ മറ്റുള്ളവരിൽ നിറയപ്പെടാത്തതാകാം അവർക്ക് ആഴമുള്ള ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാത്തത്. അതുകൊണ്ട് പരിശുദ്ധയമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. അവിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വേണം ഇവരുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസം കടന്നു വരുവാൻ. ഇന്ന് അനേകരുടെ പ്രാർത്ഥനയിലൂടെ അനേകം അവിശ്വാസികൾ മാനസാന്തരപ്പെടുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മോനിക്ക പുണ്യവതിയുടെയും അഗസ്തീനോസ് പുണ്യവാന്റെയും ജീവിതം നമുക്കറിയാമല്ലോ. അമ്മയായ മോനിക്ക പുണ്യവതി 10-28 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമുക്ക് അഗസ്തീനോസ് പുണ്യാളനെ ലഭിച്ചതെന്ന് നമുക്ക് സഭയുടെ ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. അവിശ്വാസിയായിരുന്ന, ഇല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറമെ പോയിരുന്ന അഗസ്തീനോസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മയുടെ നീണ്ട വർഷത്തെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പരിശുദ്ധയമ്മ പറയുക, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വ്യക്തിയാകാം. എന്നാൽ നിങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തെവിടെയോ ഉള്ള ഒരു അവിശ്വാസിയെ ദൈവത്തിന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നു. അതിന് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് എന്ന് പരിശുദ്ധ അമ്മ മെജ്ജോറിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ തിന്മ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അവിശ്വാസികളെ ആ കെട്ടുകൾ പൊട്ടിച്ച് ഈശോയുമായി ബന്ധിക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അമ്മ ഇവർക്ക് വേണ്ടി, അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് അമ്മ ഇപ്രകാരം ആവശ്യപ്പെട്ടു, മക്കളെ, അവിശ്വാസികൾ ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തോട് ഐക്യപ്പെടാതെ, ദൈവസ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കാൻ സാധിക്കാതെ മാറി നടന്ന ദിവസങ്ങൾ ഓർത്ത് വിലപിക്കുന്ന ഒരു സമയം വരും. ദൈവസ്നേഹത്തോട് ഐക്യപ്പെടാൻ സാധിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ ലോകത്തിൻ്റെതായ ചില വഴികളിലൂടെ മാറി നടന്ന ദിവസങ്ങൾ ഓർത്ത് അവർ വിലപിക്കും. എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്, ആ നിമിഷങ്ങളിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച നിമിഷങ്ങൾ ഓർത്ത് വിലപിച്ച് അവരുടെ തലമുടി വലിച്ചു പറിക്കും. പറയുക, ഒരു സമയം നമുക്കറിയില്ല ഏത് സമയമാണെന്ന്. ഒരു ദൈവ അനുഭവം, ഇല്ലെങ്കിൽ ഒരു ദൈവത്തെ അഭിമുഖീകരിക്കുന്ന, ഒരു ദൈവത്തെ ഫേസ് ടു ഫേസ് കാണുന്ന ഒരു സമയം ഈ ലോകത്ത് ഉണ്ടാകുമെന്ന് പരിശുദ്ധമ്മ പറയുന്നു. ഈ ദൈവത്തെ കാണുമ്പോൾ ഈ ദൈവമായി അകന്ന് ജീവിച്ച ആ നിമിഷങ്ങളോർത്ത് ഹൃദയം പൊട്ടി അവരെ വിലപിച്ച് തലമുടി വലിച്ചു പറിക്കുന്ന അനുഭവം ഉണ്ടാകുമെന്ന് പരിശുദ്ധമ്മ മെജ്ജൂരിലൂടെ പറഞ്ഞു തരിക. അതുകൊണ്ട് അവിശ്വാസികൾ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വിശ്വാസം നിസ്സാരമായി കരുതരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന, നിങ്ങൾ തള്ളിപ്പറയുന്ന, നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ഒരു സമയമുണ്ട്. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നിറങ്ങി എന്ന് പറയുകയാ, അവിശ്വാസികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിശ്വാസികളെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. ഈ ലോകം ഇത്രമാത്രം ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞിട്ടും ദൈവം ഓരോ വ്യക്തികളുടെയും സഭയിലൂടെയും ഓരോ സംഭവങ്ങളിലൂടെയും തൻ്റെ അസ്തിത്വം ഈ ലോകത്ത് വെളിപ്പെടുത്തിയിട്ടും
ദൈവത്തിലേക്ക് കടന്നു വരാതെ, വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ നിഷ്പ്രയാസം ദൈവശക്തിയെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവർ തിരിച്ചറിയണം, ഇന്നല്ലെങ്കിൽ നാളെ ഈ ശക്തിയെ നീ അഭിമുഖീകരിക്കേണ്ടി വരും, ഈ ദൈവത്തെ മുഖാഭിമുഖം കാണേണ്ടി വരും. എന്നിട്ട് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറഞ്ഞ് നിത്യ നരകത്തിലേക്ക് നിബന്ധിക്കുക എന്നുള്ള സ്വരം ശ്രവിക്കുന്നത് എത്രമാത്രം ക്ലേശകരമായിരിക്കും എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗരിലൂടെ പറയുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തെ നിസാരമായി കരുതരുതെന്ന് പറയുക. ദൈവം പറയുക, വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നവർ, അവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർ, പിശാചിൻ്റെ നുണപ്രചരണങ്ങളിൽപ്പെട്ട് വിശ്വാസം ഉപേക്ഷിച്ചവർ, വിശ്വാസം നിസ്സാരമായി കരുതുന്നവർ, അമ്മ പറയുന്നു, ദൈവത്തിൻ്റെ വിധിയുടെ സിംഹാസനത്തെ അഭിമുഖീകരിക്കുന്ന ഒരു നിമിഷമുണ്ട്. ദൈവത്തിൻ്റെ വിധിയുടെ സിംഹാസനത്തെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ആ നിമിഷത്തിൽ എന്താണ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും നമ്മൾ ശ്രവിക്കുവാൻ പോകുന്ന സ്വരമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ വിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ നിമിഷം അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ, കരുണയുടെ സ്വരങ്ങൾ, സ്നേഹത്തിൻ്റെ സ്വരങ്ങൾ ശ്രവിച്ചുകൊണ്ട് നിത്യസമ്മാനത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ആ സ്വരത്തിന് വേണ്ടി കാതോർക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അമ്മ പറയുകയാ, നിങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൃപകൾ അവരിൽ നിറയപ്പെടാത്തത് കൊണ്ടാകാം അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തത്. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അവിശ്വാസികളിൽ വിശ്വാസത്തിൻ്റെ കൃപ നിറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വീണ്ടും പരിശുദ്ധ അമ്മ പറയുന്നു, അവിശ്വാസികളും എൻ്റെ മക്കളാണ്, ഞാൻ അവരെ പ്രതി എത്രമാത്രം സഹിക്കുന്നുവെന്ന് അവർക്കറിയില്ല, അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിശ്വാസികൾ പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് അമ്മ ആരെയും തള്ളിക്കളയുന്നില്ല എന്നുള്ള ഒരു സന്ദേശം പരിശുദ്ധ അമ്മ മെജ്ജുഗരിയോട് നൽകുകയാണ്. പാപികളെ അമ്മ തള്ളിക്കളയുന്നില്ല, അവിശ്വാസികളെ അമ്മ തള്ളിക്കളയുന്നില്ല. അമ്മ പറയുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ മക്കളും ദൈവത്തിൽ എത്തിച്ചേരണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആണ് അമ്മ പറയുന്നു, അവിശ്വാസികളും എൻ്റെ മക്കളാണ്, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് കാണുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അമ്മ പറയുക, വിശ്വാസികളായ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മ പറയുന്നു, ഞാൻ അവരെ പ്രതി എത്രമാത്രം സഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദനയാണ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള നൊമ്പരം. ഈ നൊമ്പരം നമ്മോട് ഓരോരുത്തരെ ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിലൂടെ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവർക്ക് വേണ്ടി എത്രമാത്രം സഹിക്കുന്നു. എന്തുകൊണ്ടാണ് അവിശ്വാസികൾക്ക് വേണ്ടി അമ്മ സഹിക്കുന്നത്? അമ്മ അവരെ ഓർത്ത് വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? അമ്മ പറയുന്നു, അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവർക്കറിയില്ല, അമ്മയ്ക്കറിയാം. ദൈവവിശ്വാസത്തിൽ നകന്ന്, ദൈവത്തെ പഴിച്ച്, ദൈവത്തെ അംഗീകരിക്കാതെ, ദൈവ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കുന്ന അവിശ്വാസികളുടെ ജീവിതത്തിൽ അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവർക്കറിയില്ല, നമുക്കറിയില്ല. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്കറിയാം. അത് ഭയാനകമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ആ അവസ്ഥയോർത്ത്, ആ മക്കളെയോർത്ത് വേദനിക്കുകയാണ്. അതുകൊണ്ട് അമ്മ പറയുന്നു, മക്കളെ, വിശ്വാസികളായ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു, വിശ്വാസികളായ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. മെജ്ജുഗരിയിലെ സന്ദേശമാണ്. നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, അവരെ പഴിചാരരുത്,
അവരെ കുറ്റക്കാരെന്നും പാപികളെന്നും മുദ്രകുത്തി മാറ്റി നിർത്തരുത്. അവർക്ക് സജീവനായ ദൈവത്തെ അനുഭവിക്കുവാനുള്ള സജീവമായ വിശ്വാസം നൽകപ്പെട്ടിട്ടില്ലായിരിക്കാം. അവരിൽ നിങ്ങളിൽ നിറഞ്ഞതുപോലെയുള്ള ദൈവവിശ്വാസത്തിൻ്റെ കൃപകളും കിരണങ്ങളും അവരുടെ ആത്മാവിൽ ഒരുപക്ഷെ നിറയപ്പെട്ടിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാകാം ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിക്കാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹത്തോടെ ദൈവവിശ്വാസം അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. സ്നേഹത്തോടെ ആയിരിക്കണം ഈ പങ്കുവയ്ക്കൽ, അത് അടിച്ചേൽപ്പിക്കലാകരുത് എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ ആ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നോക്കിക്കേ. ഭയാനകമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന മക്കളും എൻ്റെ മക്കളാണ്. ഞാൻ അവരെ ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മെജ്ജൂരിയിൽ നിരന്തരമായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന പരിശുദ്ധ അമ്മ എന്ന് പറയുക. നിങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കരുത്, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അവരെ ഉപദ്രവിക്കരുത്, അവരെ പാപികളെന്ന് കുറ്റപ്പെടുത്തരുത്, അവരെ മാറ്റി നിർത്തരുത്. നിങ്ങൾ അവരെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന അവരിൽ ദൈവകൃപകൾ നിറയുവാൻ സഹായിക്കും. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ അവർ ദൈവാനുഭവത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ ത്യാഗത്തിന്, നിങ്ങളുടെ പരിത്യാഗത്തിന് സാധിക്കും എന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിയിലൂടെ പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മക്കളായ അവിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മ 2 കാര്യം വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. നിങ്ങൾ എല്ലാ ദിവസവും ജപമാല ചെല്ലുമ്പോൾ ത്രിവിധ രഹസ്യങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. എത്രമാത്രം സ്നേഹത്തോടെയാണ് അമ്മ അവിശ്വാസികളെ നോക്കിക്കൊണ്ട് വിശ്വാസികളോട് പറയുക. നിങ്ങൾ അവരെ പഴിക്കുകയോ പഴിചാരുകയോ മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ ജപമാല ചെല്ലുമ്പോൾ, കൊന്ത ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ത്രിവിധ രഹസ്യങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കണം. അത് അവരുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവത്തിന് വഴിതെളിക്കും. അതുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ രഹസ്യങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുവാൻ മറക്കരുത്, മടിക്കരുത്. എന്നിട്ട് അമ്മ പറഞ്ഞു, മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അവിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രമാത്രം ഗൗരവമായി പരിശുദ്ധ അമ്മ അവിശ്വാസികൾ എടുക്കുന്നുണ്ടോ നോക്കിക്കേ. നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. വൈദികർ നമ്മൾ ബലിയർപ്പണത്തിൽ അവിശ്വാസികൾക്ക് വേണ്ടി നിയോഗം വെച്ച് ബലിയർപ്പിക്കണം. നിങ്ങൾ ആത്മായകർ ഓരോ ബലിയർപ്പണത്തിലും പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലി അവിശ്വാസികളിൽ വിശ്വാസം നിറയുവാൻ കാഴ്ചവെക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും കുറഞ്ഞത് അവിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധയമ്മ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിഭാഗം അവിശ്വാസികൾ, ഈ കൂട്ടർ ദൈവം എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുവെന്നും അവർ ദൈവത്തോട് ഒന്നായിത്തീരുവാൻ എത്രമാത്രം സ്വർഗം ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ സഹായിക്കാം, നമുക്ക് അവിശ്വാസികളെ സഹായിക്കാം. നമ്മളാവുന്ന രീതിയിൽ ജപമാലയിൽ പ്രാർത്ഥിച്ചും വിശുദ്ധ ബലിയർപ്പിച്ചും മറ്റ് പരിത്യാഗങ്ങൾ ചെയ്തുമൊക്കെ അവിശ്വാസികൾക്ക് വേണ്ടി ഈ വർഷം വളരെ ശക്തമായി പ്രാർത്ഥിച്ച് അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുവേണ്ടിയുള്ള ഒരു കൃപ നമ്മൾ ഓരോരുത്തരും നിറയുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നിട്ട് അമ്മ പറയുന്നു, ഒരു ദൈവമേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഈ സത്യത്തിൽ നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുവാൻ പരിശുദ്ധയമ്മ ആവശ്യപ്പെടുന്നു. കാണുന്നതെല്ലാം ദൈവങ്ങളല്ല, കേൾക്കുന്നതെല്ലാം വിശ്വാസമല്ല. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഏക ദൈവം,
ത്രിയേക ദൈവം, ഒരു ദൈവമേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഈ സത്യത്തിൽ നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുക. അങ്ങനെ ഏക സത്യ ദൈവത്തിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് മറ്റൊന്നിനെയും ഭയക്കാതെ ദൈവ ഐക്യത്തോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ആഴമുള്ള ദൈവവിശ്വാസം. എന്നിട്ട് അമ്മ പറഞ്ഞു, വിശ്വാസികളായ നിങ്ങൾ കൃപ ലഭിച്ചവരാണ്. വിശ്വാസികളായ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തെ അല്പം സ്നേഹിക്കാനും ഒക്കെ കൃപ ലഭിച്ചവരാണ്. അത് ദൈവത്തിൻ്റെ കരുണയിലാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പരിശുദ്ധമ്മ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ വിശ്വാസികളായ നമ്മൾ, കൃപ ലഭിച്ചവർ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാതെ പലപ്പോഴും ഈ കൃപ സ്വീകരിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ പാപികളാണ്. പരിശുദ്ധമ്മ പറയുകയാണ്, വിശ്വാസികളായ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ അമ്മയുടെ ഈ സന്ദേശം കണ്ട പ്രധാന ഒരു കാര്യം, അവിശ്വാസികൾ മാനസാന്തരപ്പെടണം അമ്മ പറയുന്നില്ല. അവിശ്വാസികളിൽ വിശ്വാസത്തിന്റെ കൃപ നിറയുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മ നമ്മോട് ആവശ്യപ്പെടുക. എന്നാൽ വിശ്വാസികളോട് മാനസാന്തരപ്പെടണമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. വിജൂരിയിലെ സന്ദേശം വളരെ പ്രധാനമാണ്. കാരണം നമ്മൾക്ക് കൂടുതൽ കൃപകൾ ലഭിച്ചവരാ. നമ്മൾ വിശ്വാസത്തിൻ്റെ വിത്ത് നമ്മൾ പാകപ്പെട്ടവരാ. അത് വളർത്തണം. മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ഓരോ വിശ്വാസിയും മാറണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗൂരിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുഗൂരിലൂടെ ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥനയിലൂടെ, കൂദാശ സ്വീകരണത്തിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മാന്ദ്യം കൂടാതെ മുന്നോട്ട് പോകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കോവിഡിന് ശേഷം കൂദാശ സ്വീകരണങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഈ കോവിഡിന് ശേഷം, ഇപ്പോഴും കോവിഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമ്മ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ കൂദാശ സ്വീകരണത്തിലൂടെയും നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം. കൂദാശകളിലൂടെ നിറയേണ്ട ദൈവപര പ്രസാദം കൂടെ നിറയേണ്ട ദൈവപര പ്രസാദം കൂടെ നിങ്ങളിൽ നിറയുവാൻ നിങ്ങൾ കൂദാശകൾ കൂടെ സ്വീകരിക്കണം. കൂടെ സ്വീകരിക്കുന്ന കൂദാശകളുണ്ട്, ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്ന കൂദാശകളുണ്ട്. ഈ കൂദാശകളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ കൂദാശകളിലൂടെ നിറയേണ്ട വരപ്രസാദങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ, മാന്ദ്യം കൂടാതെയുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ, കൂദാശകളിലൂടെ ദൈവശക്തി, ദൈവകൃപകൾ നിങ്ങൾ നിറയുവാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. അതിന് നിങ്ങളെ തന്നെ അനുവദിക്കണം. ഇതിന് പരിശുദ്ധ കൂട്ടിച്ചേർത്തു, പിശാച് അവൻ്റെ സകല ശക്തിയോടും കൂടെ നിങ്ങളെ പല രീതിയിലും ദൈവത്തിൽ നിന്ന് അകറ്റുവാനും നിങ്ങളുടെ വിശ്വാസം തകർക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5, 6, 7 തിരുലിഖിതങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ പരാജയപ്പെടുത്തുവാൻ വിശുദ്ധ പത്രോസ്ലീഹ നമ്മോട് പത്രോസ്ലീഹയുടെ ലേഖനത്തിലൂടെ ആവശ്യപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ മെജ്ജുഗൂരിയിൽ ഇതുതന്നെ ആവർത്തിക്കുകയാണ്. പിശാച് സർവശക്തിയോടും കൂടെ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനും നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് അവനെ പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് നിസ്സാരമായൊരു കാര്യമല്ല. ദൈവപിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള ആഴമുള്ള വിശ്വാസം അത് നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നതാണെന്നും ഈ ലഭിച്ച വിശ്വാസത്തെ അനുദിനം പ്രാർത്ഥനയിലൂടെയും കൂദാശകളുടെയും പരിപോഷിപ്പിക്കുവാൻ
പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. വിശ്വസിക്കുന്ന നമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ആ തിരിനാളം തല്ലിക്കെടുത്തുവാൻ പിശാച് ശക്തിപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പും പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. വിശ്വാസത്തിൽ ശക്തമായി അടിയുറച്ച് സാത്താനെ പരാജയപ്പെടുത്തുവാൻ നമ്മോട് അമ്മ മെജ്ജുകരിലൂടെ ആവശ്യപ്പെടുന്നു. വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, വിശ്വാസത്തെ സാരമായി എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, വിശ്വാസത്തിൽ ദൃഢതയുള്ള ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, സാത്താന് നമ്മളെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ പറഞ്ഞു തരികയാണ്. വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയെ സാത്താൻ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വിശ്വാസത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് മെജ്ജുകരിൽ ശക്തമായി നമ്മോട് സംസാരിക്കുന്നത്. വിശ്വാസികളായ നമ്മൾ വിശ്വാസത്തിൽ അനുദിനം ആഴപ്പെടുവാൻ പരിശ്രമിക്കുക. വിശ്വാസികളായ നമ്മൾ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. ഏതെങ്കിലും നമ്മുടെ വിശ്വാസികളെ വിശ്വാസത്തിൻ്റെ ഈ വലിയ അഭിഷേകം നമ്മളിന്ന് ചോർത്തിക്കളയുവാൻ സാത്താൻ പല രീതിയിലുള്ള പ്രലോഭനങ്ങളും നമുക്ക് ചുറ്റും വയ്ക്കുമ്പോൾ ജാഗ്രതയോടുകൂടെ ജാഗരൂകരായി തന്നെ അവ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൽ ദൃഢപ്പെട്ട് സാത്താനെ പരാജയപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ കന്യകാമറിയം മെജ്ജുകരിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ലോകത്തുള്ള സർവ്വജനങ്ങളെയും യേശുക്രിസ്തു സ്വന്തം ജീവൻ നൽകി നേടിയ സകല മനുഷ്യരെയും ഈശോയിൽ ഒന്നിപ്പിക്കുവാൻ ആഗ്രഹത്തോടുകൂടി മെജ്ജുകരിയിൽ പ്രത്യക്ഷപ്പെട്ട് പരിശ്രമിക്കുമ്പോൾ അമ്മയുടെ ആ ദൗത്യത്തിൽ നമ്മളും പങ്കാളികളായി നിന്നുകൊണ്ട് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മ വിശേഷിപ്പിച്ച അവിശ്വാസികളായവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവിശ്വാസികളിൽ വിശ്വാസത്തിൻ്റെ കൃപ ചൊരിയപ്പെടുവാൻ നമ്മളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറുവാൻ പരിശുദ്ധയമ്മ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് സഹകരിക്കുവാൻ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വർഷത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ അവിശ്വാസികളായ വ്യക്തികൾക്ക് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഒരു സ്ഥലം നമുക്ക് കൊടുക്കുവാൻ പരിശ്രമിക്കാം. അവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിൽ അനുദിനം ആഴപ്പെടുന്നതിനും സാത്താൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ തിരിനാവ് നമ്മളിൽ നിന്നും കെടുത്തുവാൻ പരിശ്രമിക്കുമ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് അവനെ പരാജയപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ, ആഴമുള്ള വിശ്വാസത്തിൻ്റെ കൃപ നമ്മൾ ഓരോരുത്തരും ചൊരിയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂദാശ സ്വീകരണത്തിൽ ആഴപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം ലോകത്തെമ്പാടുമുള്ള അവിശ്വാസികളോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.